ഓഫീസിൽ നിന്നും നന്ദിവനത്തേക്ക് കാർ എത്തിയപ്പോഴാണ് ഉണ്ണിമോൾ കാറിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പോഴെന്തോ ഒരു പന്തികേട് തോന്നി. കിച്ചുവും കണ്ണനും പരസ്പരം നോക്കി. ഉണ്ണിമോൾ ഓടി വന്ന് തെച്ചുവിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പോൾ തന്നെ തെച്ചുവിൻ്റെ മുഖത്തിൽ മാറ്റമുണ്ടാകുകയും ചെയ്തു. അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് ചെന്നത്. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നത്. കണ്ണൻ പെട്ടെന്ന് കൈകൊണ്ട് തടഞ്ഞു. ഹേയ് ദേക്ഷ്, എന്തേ നീ എന്നെ ഇപ്പോഴും അകറ്റി നിർത്തുന്നേ? നമ്മൾ രണ്ടുപേരുടെ വിവാഹക്കാര്യം അച്ഛമ്മയോട് സംസാരിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛനും ഞങ്ങളും കൂടി ഇങ്ങോട്ട് വന്നേക്കുന്നത്. കല്യാണമോ? കണ്ണാ, നീ ചെല്ലുള്ളിലോട്ട്, നമുക്ക് സംസാരിക്കാം. അച്ഛമ്മ പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ കിച്ചുവും കണ്ണനും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ദച്ചു പുറത്തു നിന്നും ഫയലുമായി കയറി വന്നത്. ഇതാര്? മോക്ക് മനസ്സിലായില്ലേ? ഇത് കണ്ണൻ്റെ PA ആയിരിക്കും. ഫയലുമായി കയറി വരുന്നത് കണ്ടാൽ മനസ്സിലായില്ലേ? ശേഖറിൻ്റെ ഭാര്യ രശ്മിയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ കിച്ചുവും കണ്ണനും ഒരേപോലെ നിന്നിട്ട്, കണ്ണൻ, ഷീസ് നോട്ട് മൈ PA, ഷീസ് മൈ വൈഫ്, ആഗ്നേയ ദീക്ഷിത് ശ്രീദേവ്. അവളും ഞാനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 3 ദിവസമാകുന്നു. അപ്പോഴാണ് രശ്മി തിരിഞ്ഞ് ദിയേയും നോക്കുന്നത്. നീ ഇത് ഞങ്ങളോടൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പോലും. ഇപ്പോൾ ഞങ്ങൾ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോകാം, കണ്ണനാണ് മറുപടി പറഞ്ഞത്. ഈ ഒരു കാര്യം ആഗ്രഹിച്ച് വന്നതാണെങ്കിൽ നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, കിച്ചുവും പറഞ്ഞു. ശേഖറിൻ്റെ മുഖം ഇരുണ്ട്. അവൻ ശ്രീദേവിനെയും ശ്രീരാഗിനെയും നോക്കി. ഇത് എന്നോട് വേണ്ടായിരുന്നു ശ്രീദേവേ. മുകളിലോട്ട് കയറി പോകാൻ നിന്ന കണ്ണൻ തിരിഞ്ഞിറങ്ങി വന്ന്, അങ്കിളിനോട് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്കിളിൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചോളാമെന്ന്. അല്ലെങ്കിൽ ഞാൻ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. അങ്കിളിൻ്റെ മോളെ പ്രേമിക്കാൻ നടന്നിട്ടുമില്ല. അങ്കിളുടെ മോക്ക് വാക്ക് കൊടുത്തിട്ടില്ല, മോഹം കൊടുത്തിട്ടില്ല. പിന്നെന്ത്? എൻ്റെ അച്ഛനെയും അമ്മയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിച്ചു, ഒന്നിച്ച് ജീവിക്കുന്നു. അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ പിന്നെ ഞാൻ കൈയൊഴിയാൻ പറ്റും? അങ്ങനെ കൈയൊഴിഞ്ഞാൽ ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു, ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ആരും വിഷമിപ്പിക്കുന്നത് ഞാൻ സഹിക്കില്ല. ഇത് ശ്രേയയെ നോക്കിക്കൊണ്ടാണ് ദീക്ഷിത് പറഞ്ഞത്. ശ്രേയയ്ക്കത് മനസ്സിലാകുകയും ചെയ്തു. പിന്നീട് തിരിഞ്ഞ് ശേഖറിനോടായി, ഇനി അങ്കിൾ ഇതിനായിട്ട് വേണ്ടി ഇവിടെ നിൽക്കണമെന്നില്ല. ഒരു മണ്ണ് പോലും നുള്ളി ഇനി അവിടെ തിടാമെന്ന് ശേഖർ അങ്കിൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏത് രീതിയിലായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നതെന്ന് അങ്കിൾ പോലും മനസ്സിലാകത്തില്ല. അതിൻ്റെത് അനുഭവിക്കേണ്ടി വരും. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അങ്കിളുടെ മോളോ അങ്കിളോ വഴി നിറയാനിടയായാൽ. ശേഖറിൻ്റെ ചെവിയോരം ചെന്ന് കണ്ണൻ വളരെ പതുക്കെ പറഞ്ഞു. കിച്ചുവിന് മനസ്സിലായി. കിച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് മുകളിലോട്ട് കയറി തിരിഞ്ഞു നോക്കി. ശ്രേയയെ ഒന്ന് പുച്ഛിക്കാനും കിച്ചു മറന്നില്ല. ശ്രേയയെ പുച്ഛിച്ച് തിരിഞ്ഞു നോക്കിയത് മാളുവിൻ്റെ മുഖത്താണ്. അവൾ രൂക്ഷമായി കിച്ചുവിനെ നോക്കി ദയിപ്പിക്കുന്നു. ഇവളെന്തിനാ എന്നെ ഈ നോക്കി ദയിപ്പിക്കുന്നത്? ഇനി വാ മേളിലോട്ട് കയറി, ഞാൻ തരുന്നുണ്ട്. മാളു പിറുപിറുത്തോണ്ട് മേളിലോട്ട് കയറിപ്പോയി. കിച്ചു റൂമിൽ ചെന്നപ്പോൾ മാളു റൂമിൽ നിൽക്കുന്നു. നിങ്ങളെന്തോ മനുഷ്യ അവിടെ മോന്തയ്ക്കിട്ട് നോക്കിയിരിക്കുന്നത്? നിങ്ങൾ എന്നെ പോലും ഇതുപോലെ നോക്കത്തില്ലല്ലോ. അവളെ നോക്കിയിരിക്കുന്നു. എടി ഞാൻ അവളെ നോക്കിയില്ല. നിങ്ങൾ നോക്കാതെ പിന്നെ വേറെ എന്തോ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. എടി അവൾ എന്തോ ചെയ്യുവാന്നുള്ളത് നോക്കണ്ടേ നമ്മുടെ തെച്ചുവിന്? നിങ്ങളൊന്നും പണയണ്ട. നിങ്ങൾ അവളെ നോക്കി ഇന്നത് ഞാൻ കണ്ട്. അയ്യ, നോക്കിക്കാൻ പറ്റിയൊരു ചളുക്ക്. നീ ഇവിടെ ഉള്ളപ്പം ഞാനെന്തിനാടി വേറെ ഉള്ളവരെ നോക്കുന്നു? ഓ സുഖിച്ച്. സാറിപ്പം തുണി മാറിയിട്ട് താഴോട്ട് വാ, ചായ കുടിക്കാം എന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്ന മാളുവിൻ്റെ കയ്യിൽ പിടിച്ച് കിച്ചു ഒന്ന് വലിച്ചു. കറക്റ്റായിട്ട് കിച്ചുവിൻ്റെ നെഞ്ചിൽ വന്ന് ലാൻഡ് ചെയ്ത്. എന്താ കിച്ചേട്ടാ, എന്തീ കാണിക്കുന്നത്? കതവ് തുറന്ന് കിടക്കുന്നു, അത്രേ ഉള്ളോ എന്നും പറഞ്ഞ് മാളുവിൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് കതവിനടുത്തേക്ക് ചെന്ന് കതവ് കുറ്റിയിട്ടു. എന്നിട്ട് അവളുടെ അരയിലൂടെ പിടിച്ച് തന്നോട് ചേർത്ത്. നിനക്ക് കുശുമ്പ് ഒട്ടുമില്ലല്ലേ? പിന്നെ എൻ്റെ പ്രോപ്പർട്ടി മറ്റൊരാളെ നോക്കി നിൽക്കുന്ന കണ്ട എനിക്ക് സഹിക്കുമോ? എന്തോ കേട്ടില്ല, ഒന്നുകൂടി. അത് കിച്ചേട്ടൻ എൻ്റെ അല്ലേ? അന്നേരം കിച്ചേട്ടൻ വേറെ ആരെങ്കിലും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കുട്ടിക്ക് ഒട്ടും കുശുമ്പില്ല. കുശുമ്പിൻ്റെ ഒന്നുമല്ല. നിങ്ങൾ വേറെ ആരെയും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ കണ്ണുകൊണ്ട് എന്നെ മാത്രം നോക്കിയാൽ മതി. അയ്യേ, പിന്നെ ഞാൻ വേറെ ഒന്നും കാണണ്ടേ? ഞാൻ തട്ടി വീഴണോ? അങ്ങനെയല്ല, വേറെ പെൺപിള്ളേരെ നോക്കണ്ട എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കിച്ചുവിൻ്റെ അതരങ്ങൾ മാളുവിൻ്റെ അതരങ്ങളെ സ്വന്തമാക്കി കഴിഞ്ഞു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം മാളുവിന് ശ്വാസം മുട്ടിയതും കിച്ചു അവളിൽ നിന്നും അകന്നു മാറി. ഇനി എപ്പോഴെങ്കിലും ഒരു കുശുമ്പ് തോന്നുമ്പോൾ ഇനി വരണം കേട്ടോ, ചേട്ടൻ മാറ്റിത്തരാം നിൻ്റെ കുശുമ്പ്. അയ്യേ, കണ്ടോ എൻ്റെ ചൂണ്ട് കടിച്ച് പൊട്ടിച്ച് ദുഷ്ടൻ.
ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നോക്കും? നീ ആരെയും നോക്കണ്ട, എവിടെയെങ്കിലും തട്ടിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കതവ് തുറന്നതും പുറത്ത് നിൽക്കുന്ന ആളിനെ കണ്ട് കിച്ചുവും മാളുവും എന്താ രണ്ടുപേരും കൂടി ഇവിടെ? അത് തന്നെ ഞങ്ങൾക്കും അങ്ങോട്ട് ചോദിക്കാനുള്ളത്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഈ റൂമിൽ എന്തെടുക്കുക? ധനയും ഉണ്ണിമോളുമാണ്. ഒന്നുമില്ല. എന്തേ ചേച്ചിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നോ? ചേട്ടനത് മാറ്റി തന്നെയാണോ? എന്ത്? അല്ല, ചുണ്ടിൽ നിന്ന് ബ്ലഡ് വരുന്ന കണ്ടുകൊണ്ട് ചോദിച്ചത്. ബ്രീത്തിങ് പ്രോബ്ലം വല്ലതും ഉണ്ടായിരുന്നോ? ചേട്ടനത് മാറ്റി തന്നോ? മാറ്റിയിട്ട് മാറിയോ എന്നറിഞ്ഞാൻ ചോദിച്ചതാ. മാളു തിരിഞ്ഞ് കിച്ചുവിനെ രൂക്ഷമായി നോക്കി. സൈക്കിളിൽ നിന്ന് വീണ ഇളിയും കാണിച്ച് കിച്ചു പെട്ടെന്ന് തന്നെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. മാളു ആ ഗ്യാപ്പിൽ തന്നെ എസ്കേപ്പ് അടിച്ചതും. ഒന്ന് നിന്നേ മേഡം, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? അവർ വന്നിട്ട് തന്നെ ഇപ്പോൾ 2 ആഴ്ച ആവുന്നുള്ളൂ. എടി ധനേ, നിനക്കറിയില്ലേ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ടല്ലേ? അന്നേരം ഇതിനും ടൈം കൂടുതലൊന്നും വേണ്ട. പിന്നെ നമ്മുടെ കിച്ചേട്ടനല്ലേ ആള് എത്രയോ പെൺപിള്ളേരെ വളയ്ക്കുന്നത്. അതിലൊരു ടൈം പാസ്. ഹോസ്പിറ്റലിൽ തന്നെ എത്രയോ നേഴ്സന്മാർ ഇങ്ങനെ കിച്ചേട്ടൻ ലൈനടിച്ച് ടൈം പാസിന്. എത്രയോ പെൺപിള്ളേർ, എത്രയോ നേഴ്സന്മാർ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എത്രയോ പെൺപിള്ളേരുണ്ട്, നിനക്കറിയില്ലേ? ഇത് കേട്ടതും കുനിഞ്ഞു നിന്നിരുന്ന മാളു നൂന്ന് നോക്കിയതും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഉണ്ണിമോളും തന്നെ, അയ്യോ ചേച്ചി, ഞങ്ങൾ തമാശ പറഞ്ഞതാ. ഇത്രയേ ഉള്ളൂ മാളു ചേച്ചി. അശ്ശേ, കിച്ചേട്ടൻ അങ്ങനൊന്നുമില്ല. കിച്ചേട്ടൻ പെൺപിള്ളേരാരെയും നോക്കാറില്ല. ഞങ്ങൾക്ക് കിച്ചേട്ടനും കണ്ണേട്ടനും ഒരേ സ്വഭാവക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് അവർ രണ്ടുപേരും ആരെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും. ചേച്ചി പേടിക്കണം കേട്ടോ, ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട് കേട്ടോ. ഇനി ഈ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ചിരിച്ചേ, ഒന്ന് കാണട്ടെ. 2 നാത്തൂൻസ് അല്ലേ, നോക്ക്. മാളു രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കവിളിൽ ഓരോ ഉമ്മയും കൊടുത്ത് രണ്ടുപേരെയും കൈയും പിടിച്ച് താഴേക്ക് പോയി. ഇതേ സമയം തെച്ചുവിൻ്റെ വീട്ടിൽ സഞ്ജയും പവിയും വീട്ടിൽ ചെന്ന് അപ്പച്ചിമാരോടായിട്ട്, ആണ്ടാ നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ചെയ്തതിന് ഇപ്പോൾ കിട്ടി. ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു മാറ്റിയ ക്യാഷെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല, അവരുടെ എല്ലാ സ്ഥാപനത്തിൽ നിന്ന് ഒഴിഞ്ഞും കൊടുക്കണം. ഈ വീട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു കൊടുക്കണം. നമ്മളിവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും? ഈ സമയത്ത് ഞങ്ങളൊരു വീട് പോലും ശരിയാക്കിയില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. അപ്പം 5 പൈസ ഇല്ല. പിന്നെ കുറേ ഇടത്ത് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് വിൽക്കാനുള്ള വഴി വല്ലതും നോക്ക് നിങ്ങൾ. അല്ലാതെ കീറിക്കിടക്കാൻ കിടപ്പാടം പോലും കാണത്തില്ല. അവർ പോലീസും പിന്നെ കോടതിയിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, നിങ്ങളുടെ പുന്നാര മോൻ പാവി എക്സ്പോർട്ടിൻ്റെ മാറി ഡ്രഗ്സാണ് കയറ്റി വിട്ടിട്ടുള്ള. അതാ ദീക്ഷിതും ധ്യാനും കണ്ടെത്തിയെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അവരുടെ സംസാരം കേട്ടുന്ന ദച്ചുവിനും അത് മനസ്സിലായി. ഇനിയിപ്പോൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെല്ലാം നമ്മൾ കൊടുക്കണം. ഇത്രയും നാൾ ആ പിള്ളേരെ ഉപദ്രവിച്ചതിനും കഴിഞ്ഞ ദിവസം മാളുവിനെ കൊല്ലാൻ നോക്കിയതിനും എല്ലാത്തിനും കൂടെ ചേർന്ന് ഒന്നിച്ചുള്ള കിട്ടിയൊരു പണിയായത്. നിങ്ങളെല്ലാം സമാധാനത്തിലായിരുന്നെങ്കിൽ ആ പെൺപിള്ളേരെ താങ്ങി നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് സ്വത്തെങ്കിലും അടിച്ചു മാറ്റായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അടപടൽ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഒന്നുമില്ല, കയ്യിലൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. 5 പൈസ ഇല്ലാതെ അവരുടെ അടുത്ത് ചെന്നൊന്നും പറയാം. അതുമാത്രമല്ല, ദച്ചുവിൻ്റെ ഓരോ വാക്കും കാരമുള്ളിനേക്കാൾ ശക്തിയുണ്ട് അവളുടെ ഓരോ വാക്കും ഓരോ നോട്ടത്തിനും. അപ്പോഴിനി എങ്ങനെയാണ്? അതുമാത്രമല്ല, അവളുടെ ഓരോ വാക്കിനും സപ്പോർട്ടായി നന്ദിവനത്തെ എല്ലാവരും, ആ ദീക്ഷിത് കൂടെ അവളുടെ ഭർത്താവായിപ്പോൾ അവൻ ബിസിനസ് ലോകത്തെ ചെകുത്താനെന്ന് തന്നെ അവനെ അറിയപ്പെടുന്നത്. അവനോട് മുട്ടുന്നവരാരും പിന്നീട് ഭൂലോകം കാണാറില്ല. ഇന്നത്തെ മീറ്റിങ്ങിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും സ്വന്തം അമ്മമാരോട് പറഞ്ഞു നിൽക്കുമ്പോഴാണ് സഞ്ജയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോണിൽ പരിചയമില്ലാത്ത നമ്പർ കണ്ട് നെറ്റിച്ചുളിച്ച് അവൻ പവിയെ നോക്കി. എന്തായാലും ആരായാലും നോക്കാം, നീ കോൾ അറ്റൻഡ് ചെയ്. അങ്ങനെ സഞ്ജയ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ ദേവ്ദത്ത്. ആരാ, മനസ്സിലായില്ല? ഞാൻ ദീക്ഷിതിൻ്റെ ഭാര്യയായ അഗ്നിയുടെ അച്ഛൻ്റെ സഹോദരനാണ്. ഞാൻ ഇപ്പോഴും അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞില്ല. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. നിങ്ങളെ ശ്രീധര്യത്തിൽ നിന്ന് അവൾ പുറത്താക്കിയെന്നറിഞ്ഞു. അപ്പോൾ നിങ്ങളെ കൂട്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് വേണ്ടി ദച്ചുവിനെ കൊല്ലണം. കൊല്ലാനോ? അതും അവൾ ആരുടെ ഭാര്യയാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയാം, ബിസിനസ് ലോകത്തിൻ്റെ ഡെവിൾ എന്നറിയപ്പെടുന്ന ദീക്ഷിതിൻ്റെ ഭാര്യ. അവളെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല.
അതറിയാമല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നവരെ ഏൽപ്പിക്കൂ. അതുമാത്രമല്ല, നന്ദീവനത്തിലേക്ക് കയറാൻ പോലും പറ്റത്തില്ല. ദീക്ഷിതിൻ്റെ ബോഡി ഗാർഡ്സ് ആ നന്ദീവനത്തിന് ചുറ്റുമുണ്ട്. അതിന് മാർഗം ഞാൻ പറഞ്ഞു തരാം. ദേവ്, നാളെ ദീക്ഷിതിൻ്റെയും ദച്ചുവിൻ്റെയും വിവാഹമാണ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് കിട്ടും. ആ സമയത്ത് തീർത്താൽ മതി. നിങ്ങൾ ഈ പറയുന്നത് കൂട്ടൊന്നും അല്ല. അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ മാർഷൽ ആർട്സ് എല്ലാം പഠിച്ചതാണ്. പിന്നെ മാർഷൽ ആർട്സ് പഠിച്ചെന്നും പറഞ്ഞ് ഒരു ക്ലോറോഫോമിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ അവളെ അടിച്ചോണ്ട് പോരെ. കൊല്ലുന്നത് ഞാൻ കൊന്നോളാം. നിങ്ങൾ അവളെ ബോധം കെടുത്തി എന്നെ വിളിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നീക്കിക്കോളാം. ഇതേ സമയം നന്ദീവനത്തിൽ ദച്ചുവിനെ ചേർത്ത് പിടിച്ച് കണ്ണൻ സ്റ്റെപ്പ് കയറിയതും ശ്രേയ ഇത് കണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചത് തൻ്റെ ദേഷ്യത്തെ അടക്കി നിർത്തി. നീ ഒരുപാട് നാൾ അവൻ്റെ ഭാര്യയായി വാഴില്ല. നിന്നെ ഞാൻ വാഴ്ത്തില്ല. അവൻ്റെ ഭാര്യയായി ഞാൻ മാത്രം മതി. ഞാനാണ് അവൻ്റെ അവകാശി. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ക്രൂരമായ ഒരു ചിരിയോടെ ദച്ചുവും കണ്ണനും പോകുന്ന വഴിയിലേക്ക് ശ്രേയ നോക്കി. അപ്പോൾ ശേഖർ അടുത്തേക്ക് വന്നു. നീ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് നടക്കില്ല. കാരണം അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഡാഡ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ദീക്ഷിത് എൻ്റേത് മാത്രമാണ്. അവനെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല, പ്രത്യേകിച്ച് അവൾക്ക്. അതും പറഞ്ഞ് ശ്രേയ പുറത്തോട്ടിറങ്ങി ഫോണിൽ ആരെയോ വിളിച്ച് ദച്ചുവിൻ്റെ ഒരു ഫോട്ടോയും അയച്ചു കൊടുത്ത് അവളെ തട്ടിക്കൊണ്ടു പോകേണ്ട സ്ഥലവും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്ത് നാളെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അവളെ തട്ടിക്കൊണ്ട് പോകാനെന്ന തീരുമാനവുമായി. ശ്രേയ പ്ലാൻ ചെയ്തതെല്ലാം മറ്റൊരാൾ ഒരു ചുവരിനപ്പുറത്ത് നിന്നും കേൾക്കുന്നുണ്ട്. ശ്രേയ പ്ലാൻ ചെയ്തതെല്ലാം നടക്കുമെന്നുള്ള സന്തോഷത്തിൽ ശ്രേയ അകത്തേക്ക് ചെന്ന് തൻ്റെ പപ്പയോട് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശേഖർ, പ്ലാനിൽ ഒരു പാളിച്ച പോലും ഉണ്ടാകരുത്. പാളിച്ചയുണ്ടായാൽ ദീക്ഷിതിനെ നിനക്കറിയാമല്ലോ, അവൻ എങ്ങനെ പ്രതികരിക്കും. ഇന്നവൾ അവൻ്റെ പ്രാണനാണ്. അതുകൊണ്ട് അവൾക്ക് നേരെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ നേരത്തെ അവൻ വാണിംഗ് തന്നു കഴിഞ്ഞതാണ്. ഇനി അത് കേൾക്കാതെ നമ്മൾ വീണ്ടും പ്രവർത്തിച്ചെന്നറിഞ്ഞാൽ ഈ ഭൂമിക്ക് മേളിൽ നമ്മൾ വെച്ചേക്കില്ല അവൻ. ഡോണ്ട് വെറി പപ്പ, ഇതിന് പിന്നിൽ നമ്മളാണെന്ന് പോലും ആരും അറിയില്ല. കാരണം അവളെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പുറമെയാണ് നമ്മളൊരു കൊട്ടേഷൻ കൂടി അവർക്ക് നൽകുക. അതാരാ അവരെ കൊല്ലാൻ? അറിയില്ല. അപ്പോഴാണ് ദീക്ഷിതിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ തന്നെ സമാധാനത്തെയും സന്തോഷത്തോടെയും നിന്ന കണ്ണൻ്റെ മുഖം രൗദ്രഭാവത്തോട് മാറുകയും അവൻ ഫോൺ എടുത്ത് ഗാർഡ്സിനെ വിളിച്ച് അലർട്ടായിരിക്കണമെന്നും പറഞ്ഞു. സന്ധ്യ ആയപ്പോഴേക്കും ശ്വേതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും പ്ലാനിൽ ചേഞ്ച് ഉണ്ട് എന്നും ഇന്ന് വൈകുന്നേരം തന്നെ കൃത്യം നടപ്പാക്കാൻ തീരുമാനമായി എന്നും രാത്രി 12 മണിയോടുകൂടി ഫ്രണ്ടിലത്തെ ഡോർ തുറന്നു കൊടുക്കണമെന്നും ദച്ചുവിൻ്റെ റൂമും മറ്റുള്ളവരുടെ റൂമും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ അതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രേയ ഫോൺ കട്ട് ചെയ്തു.